ശ്രീ മോഹൻ വർഗീസ്, ഈ വിമത ശബ്ദങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചിലയിടത്ത് വിമതന്മാർ വന്നിട്ടുണ്ട് UDF-നെതിരെ. ഇപ്പോൾ പുനലൂരിൽ അങ്ങനെ വന്നിട്ടുണ്ട്, പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഏതാനും മണ്ഡലങ്ങളിൽ വിമത ശബ്ദങ്ങൾ ഉണ്ട് UDF-നും. പക്ഷേ മുതിർന്ന നേതാക്കൾ വലിയ രീതിയിൽ അസ്വാരസ്യം ഉണ്ടാക്കും ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടുകൂടി എന്ന രീതിയിലുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു LDF ക്യാമ്പിൽ. പക്ഷേ അത് അസ്ഥാനത്തായിട്ടില്ലേ? ജയിച്ചേ പറ്റൂ, ഇത്തവണ ഭരണം മാറണം എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേതാക്കൾ തമ്മിലടിച്ച് കളയരുത്, അങ്ങനെ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് എത്തിയിട്ടില്ലേ? 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആവോളം അനുഭവിച്ചവരാണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളും മിഡിൽ റേഞ്ചിലുള്ള നേതാക്കളും താഴെത്തട്ടിലുള്ളവരും. അതുകൊണ്ട് വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന ആത്യന്തിക പ്രമാണം അത് ശരിവെക്കുന്ന രീതിയിലാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മയപ്പെട്ടതെന്ന് കരുതാം. നോക്കൂ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പതിറ്റാണ്ട് മുൻപ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ അറമ്പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ മാർത്തട്ടോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ബലമുള്ളൂ. അത് ബക്കറ്റിൽ കോരിവെച്ച വെള്ളം എന്ന രീതിയിൽ VS അച്യുതാനന്ദനെക്കുറിച്ച് അന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളുടെ സ്പിരിറ്റാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വൈകിയെങ്കിലും മനസ്സിലാക്കിയത്. കെ സുധാകരൻ അത് മനസ്സിലാക്കി എന്ന് കരുതണം. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പിണറായി വിരുദ്ധത, CPM വിരുദ്ധത, ഭരണവിരുദ്ധത, അതിനൊരു മാൻഡേറ്റ് ഉണ്ട്, അതിനൊരു വോട്ടുണ്ട്, അതിനൊരു ഫോളോയിങ് ഉണ്ട്. അതിൻ്റെ പ്രോഡക്റ്റാണ് കെ സുധാകരൻ. അല്ലാതെ സുധാകരൻ എന്ന വ്യക്തിക്ക് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് മറ്റ് ഇടങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ടൊരു റിബൽ ശല്യം എക്കാലത്തേക്കാൾ കുറവാണ്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് UDF എല്ലാവരെയും വിസ്മയിപ്പിച്ചത്. പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നൊക്കെ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ 4-5 ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ രീതിയിലുള്ള വേഗത്തിലാണ് UDF-ന് സ്ഥാനാർത്ഥികൾ വന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വന്നത്. പക്ഷേ അതിൽ നിന്നും ലേശം വിഭിന്നമായി മുൻകാലങ്ങളിലെ ഒരുതരം ആഴക്കുഴമ്പൻ നിലപാടുകൾ അത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പഴയ DNA അതിപ്പോഴും വിട്ടുപോയിട്ടില്ല. കോൺഗ്രസിൻ്റെ ജനിതക അങ്ങനെയാണ്. അവസാന നിമിഷം മാത്രമേ എല്ലാം ഫിക്സ് ചെയ്യൂ. പക്ഷേ ഇത് രജനി സ്റ്റൈൽ പറഞ്ഞാൽ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ എന്ന് പറഞ്ഞതുപോലെ ഇച്ചിരി സ്വല്പം ലേറ്റായാലും അവസാനം ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തു. അവിടെ ഒരു കൺസോളിഡേഷൻ വരുന്നു. ഇവിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് യാതൊരു ഊഹവുമില്ല. കെ സുധാകരൻ എന്താണ് സംഭവിക്കുന്നത്? ലിസ്റ്റ് വന്നിട്ടില്ല. രാത്രിയിലാണല്ലോ ലിസ്റ്റ് വരുന്നത്, കഴിഞ്ഞ രാത്രിയിലാണ് ലിസ്റ്റ് വരുന്നത്. അതിനുശേഷം പെട്ടെന്നുണ്ടായ ഒരു ഉണർവ്, പെട്ടെന്നുണ്ടായ അത്ഭുതകരമായ രീതിയിലൊരു അഡ്ഹസീവ് എഫക്റ്റ് ഉണ്ടാകുകയാണ് കോൺഗ്രസിൽ. ഇത് ആവശ്യമായിരുന്നു എന്ന് കരുതുന്നവരാണ് പലരും. കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കാര്യങ്ങൾ തെളിയിക്കാനുണ്ടായിരുന്നു. കാരണം ഹൈക്കമാൻഡിൻ്റെ പിടി കംപ്ലീറ്റ്ലി ആയിരുന്നു. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായി ഉറഞ്ഞു തുള്ളുകയാണ്. അങ്ങനെയെങ്കിൽ മന്ത്രിസഭ ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസ് പാർട്ടിക്കും UDF-നും ഭൂരിപക്ഷം ലഭിച്ചാൽ എങ്ങനെയാണ് മന്ത്രിസഭ ഉണ്ടാക്കുക? അത് വലിയൊരു കീറാമുട്ടിയായി വരും. സാധാരണ ജനം, വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത സാധാരണ വോട്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവരിങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇതൊക്കെയാണ്, ഓരോരുത്തർക്കും മന്ത്രിയാകണം, MP-മാർക്കെല്ലാം ഇവിടെ മത്സരിക്കണം. അങ്ങനെയെങ്കിൽ ഇവരെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക? മന്ത്രിസഭ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യമായ ചോദ്യങ്ങൾക്ക് മറുപടി ഇനി പറയേണ്ടതില്ല. ഹൈക്കമാൻഡ് ചാട്ടവ റോങ്ങിയാൽ എല്ലാ കോൺഗ്രസ്സുകാരും സ്വല്പം മാറി നിൽക്കുന്നവരും അനുസരിക്കും എന്ന പ്രതീതി. ഇതൊരു 20 ദിവസം ഇതേപോലെ കൊണ്ടുപോകുക. 21 ദിവസമാണ് ഇനി പരമാവധി ഉള്ളത്. അതാണ് കോൺഗ്രസിൻ്റെ അവസാനത്തെ പ്രതീക്ഷ. അതുകൊണ്ട് പൊട്ടലും ചീരലും ഉണ്ടാകും, ചെറിയ വിമത ശല്യങ്ങൾ ഉണ്ടാകും. പക്ഷേ വലിയ ഭൂകമ്പമായി മാറിയിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.